എല്ലാവർക്കും ഫുഡ് ആൻഡ് സഫാരി ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോ, അതായത് വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇൻട്രോ കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ചെയ്ത വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ബീഫ് മപ്പാസാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിന് മുന്നേ താറാവ് മപ്പാസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഫിഷ് മപ്പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ടേസ്റ്റുള്ള റെസിപ്പിയാണ്. ഈ പറയുന്ന മപ്പാസ് എന്ന് പറഞ്ഞാൽ വളരെ പഴക്കം ചെന്ന കല്യാണങ്ങൾക്കൊക്കെ പണ്ട് കാലങ്ങളിൽ വെച്ചുകൊണ്ടിരുന്ന ഒരു റെസിപ്പിയാണ് ബീഫ് മപ്പാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന രീതി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ തേങ്ങാപ്പാലിലാണ് കുക്ക് ചെയ്തേക്കണം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്ന 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ബീഫ് എരുമിറച്ചിയാണ്. അപ്പോൾ ആ എരുമിറച്ചി 1 കിലോ എടുത്തിട്ട് നമ്മൾ 3 പീസാക്കിയിട്ട് അത് കുക്കറിൽ വേവിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ചെയ്ത 2 വീഡിയോസ്, അതായത് ക്രിസ്മസിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി, അതിൽ ഒന്നായിരുന്നു പോർക്ക് വിന്താലു, അതുപോലെ പിന്നീട് അതുപോലെ തന്നെ ചിക്കൻ സ്റ്റൂവും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന, അതായത് ആ ഒരു കോമ്പിനേഷനിൽ വരുന്ന തരത്തിലുള്ള ഒരു റെസിപ്പിയാണ് ബീഫ് മപ്പാസ് എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് അത് ചെയ്യണമെന്ന്. ബീഫ് മപ്പാസ് തയ്യാറാക്കാനായിട്ട് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. ഒരു 4 ഗ്രാമ്പ് ചേർത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. പിന്നീട് കുറച്ച് പട്ടക്കഷ്ണം, ഒരു 5 ഏലക്ക, ഒരു സവാള സ്ലൈസ് ചെയ്താണ്. പിന്നീട് നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ഇറച്ചിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റോക്ക് വാട്ടറും വേണം. അതുപോലെ നമുക്ക് ഈ ഇറച്ചി നമുക്ക് നല്ലോണം വേവിച്ചെടുക്കുകയും വേണം. അപ്പോൾ നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാം. അപ്പോൾ സ്റ്റോക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പച്ചവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളെടുത്തിരിക്കുന്ന എരുമിറച്ചിയാണ്. അപ്പോൾ നമുക്ക് എരുമിറച്ചിക്ക് ഏകദേശം കുക്കറിലാകുമ്പോഴത്തേക്കും ഒരു 6 വിസിൽ നമുക്ക് വേവ് വരും. അപ്പോൾ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇറച്ചി നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ 6 വിസിലാണ് നമ്മൾ വെച്ചത്. അപ്പോൾ നമുക്കതൊന്ന് തുറന്ന് ഇറച്ചി നമുക്ക് ആ സ്റ്റോക്ക് വാട്ടറിൽ നമുക്കൊന്ന് മാറ്റണം. അപ്പോൾ ഇറച്ചി നമുക്ക് കുക്കറിൽ നിന്ന് നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. എന്നിട്ട് ഇതൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്ക് ഇറച്ചി സ്ലൈസ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് 1 കിലോ ഇറച്ചി നമ്മൾ 3 പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിച്ചത്. അപ്പോൾ അതൊന്ന് തണുക്കട്ടെ. അപ്പോൾ ബീഫ് നമ്മൾ കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ കറിയിലേക്ക് ഡയറക്റ്റ് വേവിച്ച് കഴിയുമ്പോഴത്തേക്കും ഇറച്ചി ചുരുങ്ങി പോകും. അപ്പോൾ ചുരുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കണം. അപ്പോൾ നമ്മൾ ബീഫ് സ്ലൈസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ബീഫ് വേവിച്ചെടുത്ത വെള്ളം, അതായത് ബീഫിൻ്റെ സ്റ്റോക്ക് വാട്ടർ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഗ്രേവിക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ പിന്നെ നമുക്ക് അടുത്തായിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ബീഫ് മപ്പാസ് കുക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അതിന് കൂടെ തന്നെ നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലാണ്. നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഇഞ്ചി വെളുത്തുള്ളിയും കൂടി നമ്മൾ ഒരുമിച്ചാണ് ചതച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ചേർത്തത് 1.5 വെളുത്തുള്ളിയും അതുപോലെ ഒരു 20 ഗ്രാം ഇഞ്ചിയുമാണ് ചേർത്തേക്കണം. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെടുത്തിരിക്കുന്നത് ഒരു മീഡിയം ടൈപ്പ് 2 സവാളയാണ് നമ്മളെടുത്തിരിക്കുന്നത്. 1 കിലോ ഇറച്ചിയാണ്. പിന്നീട് നമ്മൾ ഒരു സവാള, അതായത് ഇറച്ചി ഉപയോഗിക്കുമ്പോഴത്തേക്ക് സ്റ്റോക്കിന് വേണ്ടി നമ്മളൊരു സവാളയും ഒരു തക്കാളിയും നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് സ്പൈസസ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി സവാള നമുക്കിതൊന്ന് വഴന്ന് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് സവാളയിലേക്ക് ലേശം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് ഇറച്ചി ഉപയോഗിച്ചത്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തേക്കണം. അപ്പോൾ എന്തായാലും ആ ഒരു സ്റ്റോക്കിൽ ഉപ്പിൻ്റെ അംശം ഉണ്ടാവും. എന്നാലും കറിക്ക് നമ്മൾ ഉപ്പ് ചേർക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ഉപ്പാണ് നമ്മളിപ്പോൾ സവാളയിലേക്ക് നമ്മൾ ചേർത്തേക്കണം. സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് നമ്മൾ കുറച്ച് കൂട്ടിയാണ് എടുത്തേക്കണം. നമ്മൾ 10 പച്ചമുളകോളം നമ്മൾ എടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മളിതിനകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല കറിയിൽ. അപ്പോൾ എരിവ് കുറവായിരിക്കും, കുരുമുളകിൻ്റെ എരിവായിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ ഈ ഒരു പച്ചമുളകിൻ്റെ എരിവ്. സവാള വഴന്ന് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ളത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ
മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിപ്പൊടിയുടെ പച്ചമണം മാറിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ച ബീഫ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് സ്റ്റോക്ക് വാട്ടർ, അതായത് ഇറച്ചി വേവിച്ച വെള്ളമാണ്, തക്കാളിയും അതുപോലെ സവാളയും പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് ഇത്രയും ചേർത്ത് വേവിച്ച ഇറച്ചിയുടെ സ്റ്റോക്കാണ്, അതായത് ഇറച്ചി വേവിച്ച വെള്ളം. ഇത് പയ്യൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ഇറച്ചിയുടെ സ്റ്റോക്ക്, അതായത് ഇറച്ചിയും ആ ഒരു ഒഴിച്ച വെള്ളവും കൂടി നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ. അപ്പോൾ ഇതും നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇറച്ചിയുടെ ഗ്രേവി നല്ലോണം വറ്റി വരുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്കിതിലേക്ക് തേങ്ങയുടെ 2ാം പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ കിടന്ന് ഒന്ന് കുറുകിയൊന്ന് വരട്ടെ. പിന്നെ നമ്മൾ 2ാം പാല് ചേർത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇതൊന്ന് ചൂടായി വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ പാല് പിരിയും. അപ്പോൾ നമ്മുടെ കറി തേങ്ങയുടെ 2ാം പാലിൽ കിടന്ന്, അതായത് ഒരു തേങ്ങയുടെ പാലാണ് നമ്മൾ എടുത്തേക്കണം. അപ്പോൾ ആ 2ാം പാലിൽ കിടന്ന് കറി നല്ലോണം കുറുകി നല്ലോണം വറ്റിയിട്ടുണ്ട്. അതുപോലെ ബീഫിൽ നിന്നുള്ള നെയ്യൊക്കെ നല്ലോണം ഉരുകി ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കാഷ്നട്ട് കുറച്ച് വെള്ളത്തിൽ കുതിർത്തിയിട്ട് അരച്ചതാണ്. അപ്പോൾ നമ്മൾ കാഷ്നട്ട് ഇപ്പോൾ നേരത്തെ ചേർക്കാനാണ്. തലപ്പാൽ ചേർത്തതിന് ശേഷം കാഷ്നട്ട് ചേർത്ത് കഴിയുമ്പോഴത്തേക്കും എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഷ്നട്ടിൻ്റെ ആ ഒരു ചെറിയൊരു പച്ച സ്മെല്ലും മാറില്ല, അപ്പോൾ ആ ഒരു ടേസ്റ്റും മാറില്ല. അപ്പോൾ ഇപ്പോൾ ഇത് ഈ ഒരു 2ാം പാലിൽ കിടന്ന് തന്നെ കാഷ്നട്ട് ഒന്ന് കുക്കാവട്ടെ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് തലപ്പാൽ വെച്ചിട്ട് കറി നമുക്ക് ഇറക്കി വെക്കാം. പിന്നെ അതിന് ശേഷം നമുക്കൊന്ന് താളിക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് താളിക്കണമെന്നുള്ളത്, എന്തൊക്കെ ചേർത്ത് താളിക്കണമെന്നുള്ളത് നമുക്കൊന്ന് കാണാം. അപ്പോൾ കാഷ്നട്ട് ഇറച്ചും കൂടി ചേർത്തപ്പോഴത്തേക്കും കറി നല്ലോണം കുറുകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ തലപ്പാൽ നമുക്ക് കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പാല് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. അതിനുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒഴിച്ച 1ാം പാല് ചൂടായിട്ടുണ്ടെങ്കിൽ അധികം നേരം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാല് വിരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കറി ഒന്ന് താളിക്കണം. അപ്പോൾ കറി താളിക്കാനായിട്ട് നമ്മൾ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യിലാണ് നമ്മൾ കറി താളിക്കാൻ പോകുന്നത്. അപ്പോൾ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് ചതച്ച് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്താണ്. പിന്നീട് നമുക്ക് കുറച്ച് മല്ലിയും പുതിനയും കട്ട് ചെയ്തതും ചേർത്തിട്ട് ഒന്ന് ചൂടാക്കാം. അപ്പോൾ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് നേരെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീഫ് മപ്പാസ് എന്ന് പറയുന്ന ഒരു റെസിപ്പി അല്ലെന്നുണ്ടെങ്കിൽ ഒരു കറി, ഇതിൻ്റെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് വരുന്നത് നമുക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. അതുപോലെ അപ്പം, വെള്ളയപ്പം, വട്ടയപ്പം, അങ്ങനെയുള്ള പിന്നെ ചപ്പാത്തി, പിന്നെ റുമാൽ റൊട്ടി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. പിന്നെ നമുക്ക് പുലാവ് റൈസിൻ്റെ കൂടെ നമുക്കൊരു കോമ്പിനേഷനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഫ്രൈഡ് റൈസിനും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡ് ഡിഷായിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വരുന്ന ക്രിസ്മസിന് നമുക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബീഫ് മപ്പാസിൻ്റെ ഇൻഗ്രീഡിയൻസും അതിൻ്റെ തൂക്കവും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് വീഡിയോനെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഒന്ന് കയറി നോക്കുക. എന്നിട്ട് അതിന് ശേഷം ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന് മുന്നേ ചെയ്ത വീഡിയോസും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു റെസിപ്പിയുടെ ഒരു പാറ്റേണും രീതിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.